നിന്റെ വിലാസം മാറിപ്പോയോ? ഞാൻ നിനക്ക് എത്രയോ കത്തുകൾ അയച്ചു, എത്രയോ കവിതകൾ അയച്ചു. ഒന്നും എനിക്ക് തിരിച്ചു കിട്ടിയില്ല. ഒന്നിലും അച്ചടി മഷി ഉരണ്ടിട്ട് പോലുമില്ല. പ്രിയപ്പെട്ടവരെ, സ്വാഗതം. ഇത് ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. മീൻ കച്ചവടക്കാരനിൽ നിന്നും മലയാളത്തിലെ മിടുക്കനായ കവിയിലേക്കുള്ള പ്രായേണ രൂപാന്തരണം സാധിച്ച ആ കവി. പണ്ടൊരു നട്ടപ്പാതിര നേരം ചെറ്റപ്പുരയുടെ നെഞ്ച് പിളർന്നൊരു പച്ചക്കർക്കിടകം കുത്തിയൊലിച്ചൻ കരളിൽ ശൈത്യപ്പന്നികൾ വേട്ട നടത്തേ. ദൈവമേ, നിന്റെ വിലാസം മാറിയിട്ടുണ്ടോ? എത്ര കത്തുകൾ അയച്ചു, എത്ര കവിതകൾ അയച്ചു, ഒന്നും മറുപടി കണ്ടില്ലല്ലോ, ഒന്നും അച്ചടി മഷി പുരണ്ടില്ലല്ലോ. അല്ല, അങ്ങ് തന്നെയാണ് ഇപ്പോഴും ഫ്യൂഡലിസത്തിൻ്റെ ദൈവം? അങ്ങനെയല്ല, പവിത്രൻ എഴുതിയത് അങ്ങനെയല്ല. അല്ല, അങ്ങ് തന്നെയല്ലേ ഇപ്പോഴും കലാപത്തിൻ്റെ മാസികയുടെയും ഫ്യൂഡലിസത്തിന്റെ വാരികയുടെയും ഫാസിസത്തിന്റെ വാരികയുടെയും പത്രാധിപർ എന്ന്, അല്ലേ? പ്രജ്ഞയിൽ കൊത്തേറ്റ കൂട്ടുകാരനോട് പണ്ടവൾ ചോദിച്ചു, നാം നട്ട നദികൾക്ക് ചിറകുകൾ മുളക്കുന്ന കാലം നമ്മിൽ ആരാണ് ബാക്കിയാവുക? അപ്പോഴവൻ്റെ കൃഷ്ണമണിയിൽ ഒരു ശവക്കുഴി പാകപ്പെട്ടു. അവളൊരു ശവമായി രൂപപ്പെട്ടു. അന്നു മുതലായിരിക്കണം പ്രണയത്തിൽ കണ്ണീര് വീണു തുടങ്ങിയത്. അന്നു മുതൽ പ്രണയത്തിൽ കണ്ണീർ വീണു തുടങ്ങി. ഏറ്റവും കൂടുതൽ വികസിച്ച റെയിൽവേ ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ആണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. പവിത്രന്റെ ഉത്തരം 100% ശരിയാണ്. റിയൽറ്റേഴ്സിന്റെ 1000 രൂപ പവിത്രന് സമ്മാനം. പൊട്ടിത്തെറിക്കുന്ന വാക്കുകൾ കൊണ്ട് മലയാള ഹൃദയത്തിൽ വല്ലാത്ത വൈവശ്യതകൾ ഉണ്ടാക്കുന്ന ശ്രീ പവിത്രൻ തീക്കുനി മത്സരത്തിന്റെ പകുതി വഴിയിൽ പിന്മാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വൈ? ഞാൻ ജീവിതത്തിൽ മുന്നോട്ട് ഒന്നും നേടാനാവില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ജീവിതം മുഴുവൻ എന്നെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ പിന്നോട്ടേക്ക് പോയാൽ നേടാനുണ്ട്. കാരണം മകളുടെ ഫീസ് അടക്കാൻ സാധിക്കുന്നുണ്ട് വിശ്വാസം എനിക്ക് കിട്ടിയതുകൊണ്ട്. അവഗണിക്കപ്പെടുമ്പോഴാണ് ചില കാറ്റുകൾ ഉണരുന്നത്. അവഗണിക്കപ്പെട്ടു പോകുന്ന പ്രതിഭയെ ആകാശത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ആ കാറ്റ് ഓരോ മനുഷ്യഹൃദയത്തിലുമുണ്ട്, ഓരോ മരത്തിൻ്റെ ഓലത്തലപ്പിലുമുണ്ട്. യജ്ഞം 99-ലാണ്. 99 തിരുവോണ രാത്രിയായിരുന്നു സംഭവം. അതിൻ്റെ കുറച്ച് ദിവസം മുമ്പേ ഞാനിങ്ങനെ വീട് വിട്ട് ഭാര്യയും കുട്ടികളെയും കൂട്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, പല സ്ഥലങ്ങളിൽ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, പല സ്ഥലങ്ങളിൽ അന്തി ഉറങ്ങിക്കൊണ്ടുള്ള യാത്ര. എവിടെ നിന്നോ വന്ന മജീദ് നീട്ടിയ ഒരു 50 രൂപയിൽ ഒരു കുടുംബം മരണത്തിൻ്റെ കാലത്തിൽ നിന്നും ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് മെല്ലെ മെല്ലെ മടങ്ങി വന്നു. മറക്കൻ്റെ ശാന്തേ പൊറുക്കൻ്റെ മുത്തേ കുയിൽച്ചോര കൂട്ടി വെയിലുണ്ട കാലം. മറക്കൻ്റെ ശാന്തേ പൊറുക്കൻ്റെ മുത്തേ കുയിൽച്ചോര കൂട്ടി വെയിലുണ്ട കാലം. മതിയും മനസ്സുമിരുളിൽ കുരുങ്ങി മൃതിവണ്ടി കാത്തു പ്രണയിച്ച നേരം. പിശാചിൻ്റെ രക്തം കുടിച്ചെൻ്റെ പേന വിടവാർന്നെഴുതി മുനയൊടിക്കുമ്പോൾ. ഏഷ്യയിൽ നടന്നൊരു സംഭവം അല്ല. ആ സംഭവത്തിൽ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ടു. അതാരുടെയെങ്കിലും മരണമാണോ? അതെ. അതൊരു കൊലപാതകമാണ്? കൊലപാതകം എന്ന് പറയാൻ പറ്റത്തില്ല. കൊലപാതകം എന്ന് പറയാൻ കഴിയില്ല. കൊലപാതകമല്ല, നാച്ചുറൽ ഡെത്താണ്. നാച്ചുറൽ ഡെത്തും അല്ല. ഒരു ശിക്ഷാവിധി നടപ്പിലാക്കുന്നത് ഒരു കൊലപാതകമാണ്. ആ അർത്ഥത്തിൽ ഇതൊരു കൊലപാതകമാണോ? അല്ല. കുന്നിൻ്റെ അക്കരെ എന്താണ്? സ്വപ്നങ്ങൾ പൂക്കുന്ന കാടാണ്. യൂറോപ്പ്. കേരളത്തിലെ പ്രബുദ്ധരായ എല്ലാ വായനക്കാരും ജീവിതത്തിൻ്റെ തീക്ഷ്ണമായ വേനലിൽ പെട്ടുഴലുമ്പോഴും മനോഹരവും നിരന്തരവുമായ കവിതകൾ നമ്മുടെ സമൂഹത്തിന് സമ്മാനിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കൂട്ടുകാരൻ ശ്രീ പവിത്രൻ തീക്കുനിയുടെ പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയും വേണം. യൂറോപ്യൻ? അല്ല. അമേരിക്കൻ കോണ്ടിനെന്റ്സ്? അല്ല. ഏഷ്യൻ? അല്ല. ഗുഡ്. സ്റ്റീവ് ടിക്കോള അല്ല, ദീപക് ചുദാസമയ അല്ല, രബീന്ദു ഷാ അല്ല, ഹിതേഷ് മോഡി അല്ല, മൗറിസ് ഒഡുംബെ അല്ല, തതേന്ദ തൈബു അല്ല, കെന്നഡി ഒട്ടിയാനോ അല്ല,
ഈ ഞാൻ പറഞ്ഞ വിഭാഗത്തിൽ പെടുന്നവരാണ് ഇവരെല്ലാം. അതൊന്നുമല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടി വന്നു. തൻ്റേതായ വസ്തു, വെള്ളക്കാരുടേതായ വസ്തു മാത്രമായി കാത്തു സൂക്ഷിക്കണം എന്ന് കരുതുന്ന ചാർലി ലോക്കിനെയാണ് ഷിബി ജോൺസൺ മനസ്സിൽ വിചാരിച്ചത്. പ്രിട്ടോറിയ ഭരണകൂടത്തിൻ്റെ വർഗീയ ചെന്നായ്ക്കൾക്കെതിരെ ധീരമായി പോരാടി നിറവും മണവും വ്യതിയാനങ്ങളും ഇല്ലാത്ത, ജാതിമത വർണ്ണ വ്യത്യാസങ്ങളില്ലാത്ത ഒരു ലോകത്തിനെ പടുത്തുയർത്താൻ ശ്രമിച്ച, നിറങ്ങളില്ലാത്ത, മതങ്ങളില്ലാത്ത, മണങ്ങളില്ലാത്ത മനുഷ്യരെ സ്മരിച്ചുകൊണ്ടാകട്ടെ ഈ രാത്രി ഞാൻ നിങ്ങളോട് ശുഭരാത്രി പറയുന്നു.